ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ ഞാൻ തിരുവനന്തപുരത്താണ് നമ്മുടെ കാർത്തിക് സൂര്യയുടെ കല്യാണത്തിന് വന്നതാണ്. ആൻഡ് കല്യാണമൊക്കെ കഴിഞ്ഞു. ഇനിയൊരു റിസപ്ഷനും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നേരെ എറണാകുളം. അപ്പോൾ നേരെ ദുബായിൽ നിന്ന് വന്ന് കല്യാണവും കൂടി ഞാൻ നേരെ പോയത് നമ്മുടെ സൂപ്പർമാൻ കാണാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് ദുബായിൽ എനിക്കിത് മിസ്സായി. ഒരു ദിവസം മുന്നേ അവിടെ റിലീസ് ഉണ്ടായിരുന്നു. അവിടുത്തെ വലിയ ഐമാക്സ് സ്ക്രീനിൽ ഇത് കാണാനുള്ള ഭാഗ്യം ഇല്ലാതായിപ്പോയി ഉണ്ണി എനിക്ക്. അതിൽ വളരെ വലിയ വിഷമമുണ്ട്. എന്തായാലും നമ്മുടെ ട്രിവാൻഡ്രം ഐമാക്സിലാണ് ഞാൻ വന്ന ഈ സിനിമ കണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ഐമാക്സ് കൊള്ളാം. നല്ല സീറ്റിങ്, നല്ല സീറ്റും, വളരെ കംഫർട്ടബിളായിട്ടൊക്കെ ഇരിക്കാം, മടുപ്പൊന്നും തോന്നത്തില്ല. എനിക്ക് അത്യാവശ്യം പ്രൊജക്ഷനും ഇഷ്ടപ്പെട്ടു. ഒരുപാട് പേര് ഇത് 2K സീനോൺ പ്രൊജക്ഷൻ ആണെന്നൊക്കെ പറയും. ബട്ട് ഐ ഡോണ്ട് ഫീൽ, ഞാൻ മനസ്സിലായി ലേസർ ഒബ്വിയസ്ലി അതിൻ്റേതായ ഒരു ക്ലാരിറ്റിയും വേളമൊക്കെ ഉണ്ടാകും. പക്ഷേ ദിസ് ഇസ് ആക്ച്വലി എ ഗുഡ് തിയേറ്റർ ഐമാക്സ്. ഇവിടുത്തെ ട്രിവാൻഡ്രം ഐമാക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം അടിപൊളി തന്നെയായിരുന്നു. സിനിമയെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ വരുന്നത് സൂപ്പർമാൻ, നമ്മുടെ ജെയിംസ് ഗണ്ണിൻ്റെ DCU, പുതിയ DC യൂണിവേഴ്സിൻ്റെ സൂപ്പർമാനെ പറ്റിയാണ്. പിന്നെ നമ്മുടെ സൂപ്പർമാനായിട്ട് അഭിനയിച്ചിരിക്കുന്ന പയ്യനും കൊള്ളാം. ഇടയ്ക്കിടയ്ക്ക് അവൻ എവിടെയൊക്കെ ഒരു ഹെൻറി കാവലിൻ്റെ ഒരു ചവ അടിക്കണുണ്ടായിരുന്നു അവൻ്റെ ലുക്കിൽ. ആസ് എ കോമിക് ബുക്ക് നേർഡ് ഒരുപാട് പേര്, ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ എൻ്റെ ട്വിറ്ററിൽ പറഞ്ഞപ്പോൾ, എവൻ സാക്ക് സ്നൈഡറിൻ്റെ ഫാനാണടെ. ഞാൻ സാക്ക് സ്നൈഡറിൻ്റെ ഫാനല്ല. അതിനൊക്കെ എത്രയോ കൊച്ചിലേ ഉണ്ട് കോമിക് ബുക്ക് വായിച്ചുകൊണ്ട് നടക്കുന്ന ഒരുത്തിന് എൻ്റെ അവിടെ തന്നെ ഉണ്ട്, വീട്ടിൽ തന്നെ കളക്ഷൻ. അപ്പോൾ അങ്ങനെ ഒരു ഭ്രാന്തമായി കോമിക് ബുക്കിന് ഇഷ്ടപ്പെടുന്ന ഒരുത്തൻ ആണ് ഞാൻ. സോ ഐ ഹാവ് റെഡ് ഈച്ച് ആൻഡ് എവറിത്തിങ്, ലൈക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൂപ്പർമാൻ, ഡിഫറെൻറ്റ് വേർഷൻ ഓഫ് സൂപ്പർമാൻ. അപ്പോൾ എനിക്ക് ഇവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വളരെ ഈ ഒരു സൂപ്പർമാൻ എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള, കുട്ടികൾക്ക് ഭയങ്കരമായി ഒരു ഇൻസ്പിറേഷനും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു കൊച്ചു കുട്ടിക്ക് സൂപ്പർമാൻ ആരാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഈ സിനിമ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എത്തും. അതാണ് എനിക്ക് മനസ്സിലായത്. അല്ലാതെ എനിക്ക് കുഴപ്പമില്ലാത്തൊരു പടം എന്നല്ലാതെ അത്യുഗ്രൻ എന്നൊന്നും പറയാനില്ല. ബിക്കോസ് ഇതുപോലെ തല്ല് കൊള്ളണ ഒരു സൂപ്പർമാന്, പുള്ളി തല്ല് കൊള്ളാറുണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും ഞാൻ പറയാറില്ല. പുള്ളി തല്ല് കൊള്ളണത് ഡൂംസ്ഡേ ആയിട്ടും ഡാർക്ക് സൈഡൊക്കെ ആയിട്ടൊക്കെയാണ് പുള്ളി ഇത് 3 നടിയും അടിക്കണത്. ഇത് ആരിടയിൽ ലെക്സ് ലൂഥർ വന്നിട്ട് അമ്മ സൂപ്പർമാൻ അവിടെ കൈ പൊക്കും, ഇവിടെ കാല് പൊക്കും, മറ്റവിടെ കശം പൊക്കും എന്ന് പറഞ്ഞിട്ട് ഇടിയോടെ ഇടി. എനിക്കത് കണ്ടിട്ട് വളരെ വിഷമം തോന്നി. ആസ് എ സൂപ്പർമാൻ ഫാൻ ഐ വാസ് വെരി മച്ച്, എന്താ പറയുക, എനിക്ക് ഭയങ്കര വിഷമം തോന്നി അത് കണ്ടിട്ട്. ഐ നോ ആ ഒരു പാറ്റേൺ വെച്ചൊക്കെ അടി കൂടുന്നതൊക്കെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു പാറ്റേൺ മാറ്റി പിടിക്കാൻ അറിയാത്ത മനുഷ്യനൊന്നും അല്ല അങ്ങേര്. പിന്നെ ഈ സിനിമയിൽ ഒരുപാട് ക്യാമിയോ വരുന്നുണ്ട്. ഗ്രീൻ ലാൻറ്റേൺ ഉണ്ട് ഈ ഒരു ലോകത്ത്, ഹോക്ക് ഗേൾ ഉണ്ട്, മിസ്റ്റർ ടെറിഫിക് ഉണ്ട്, ഈ ലോകത്തിൽ തന്നെ ഒരു ബാറ്റ്മാൻ ഉണ്ട്. അതിനെയും കൂടെ കാണിക്കായിരുന്നു. എനിക്ക് അതാണ് പറയാനുള്ളത്. ബിക്കോസ് അതിനുള്ള ഒരു ഇത് നിങ്ങൾക്ക് ഇവിടെ സിനിമ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനത്തെ ഒരു വളരെ എമർജൻസി സിറ്റുവേഷൻ, അതായത് മറ്റേതിൻ്റെ തൊട്ടപ്പുറത്താണ് ഗോതം. അപ്പം അണ്ണനൊന്ന് വരായിരുന്നു. പിന്നെ വേറൊരു ക്യാമിയോ ഉണ്ട്, അത് ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല. ബട്ട് ലൈക്ക് ഐ സെഡ്, ഒരു സൂപ്പർമാൻ പടം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര വീക്കായിട്ടുള്ളൊരു, ചിലപ്പോൾ അത് തന്നെയായിരിക്കും അവർ ഉദ്ദേശിക്കുന്ന ഒരു ഹ്യൂമൻ ആയിട്ടുള്ള സൂപ്പർമാൻ, ഹൂ ഇസ് ദ സിംബൽ ഓഫ് ഹോപ്പ് റാദർ ദാൻ മറ്റേ പവർ. മറ്റേത് സൂപ്പർമാൻ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലേ, അങ്ങേരെ തൊടാൻ പറ്റൂല. എസ്പെഷ്യലി നമ്മളെ ഇവിടെയൊക്കെ ഉള്ള എത്രയൊക്കെ ഹൈടെക് റോബോട്ടിക്സ് ഒക്കെ വെച്ചിട്ട് അങ്ങേരെ എന്ത് ചെയ്യുന്നത്. ഇപ്പം മെറ്റമോർഫിസ് ക്രിപ്റ്റനൈറ്റ് കാണിക്കുമ്പം പുള്ളി തളർന്നു വീഴുന്നുണ്ട്. അതാണ് പുള്ളിയുടെ വീക്ക്നെസ്. വേറെ വീക്ക്നെസ് എന്ന് പറയുന്നത് ലൂയിസ് ലൈനാണ്, ലവ്, പിന്നെ പുള്ളിയുടെ ഫാമിലി, പുള്ളിയുടെ ബയോളജിക്കൽ ഫാദർ മദർ, ആ ഒരു ടെമ്പിൾ ഓഫ് ഫോർട്ടസ്, ഇതൊക്കെയാണ് പുള്ളിയുടെ ഒരു ടെമ്പിൾ ഓഫ് ഫോർട്ടസ് അല്ലല്ലോ, ഫോർട്ടസ് ഓഫ് ആ സാധനം ഇവിടെ സൂപ്പർമാൻ്റെ ആ സ്ഥലം, മറ്റേ അന്റാർട്ടിക്കയിലുള്ള, അതൊക്കെയാണ് പുള്ളിയുടെ. ഇപ്പം ഇതിലാകെ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയൊരു കാര്യം ക്രിപ്റ്റോ ആണ്. ക്രിപ്റ്റോ വാസ് എ ഹ്യൂജ് റിലീഫ്. ഇന്ന് മറ്റേ മാർവലിലെ ഹൾക്കിൻ്റെ സീനില്ലേ, ഹൾക്ക് ലോക്കി എടുത്തിട്ട് മറ്റേ അലക്കണ ഒരു സാധനമില്ല, അതുപോലത്തെ ഒരു സാധനം ഈ പടത്തിലുണ്ട്. ഞാൻ പറഞ്ഞു ഭയങ്കരമായിട്ട് മാർവൽ ഇൻസ്പയർ ചെയ്ത ഒരു സിനിമ. തൊട്ടനും പിടിച്ചതിനൊക്കെ വെറുതെ കോമഡി. മിസ്റ്റർ ടെറിഫിക്കൊക്കെ അങ്ങനെ ഒരു കോമിക്കൽ ക്യാരക്ടർ ആക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇത് സ്ട്രിക്ട്ലി ഞാനൊക്കെ നമ്മൾ ബുക്ക് വായിക്കും. അപ്പം ഇതിപ്പം ഈ കാണുന്നവർ പറയും, കണ്ടാടേ കൊച്ചു പിള്ളേരെ സാധനത്തിലാണ് മുതുക്കുകൾ വന്നിരിക്കണേ എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയാണിത്.
ആക്ച്വലി കോമിക് ബുക്ക് കൊച്ചു കുട്ടികൾക്ക് കേറ്റർ ചെയ്തൊരു സാധനമല്ല. കൊച്ചു കുട്ടികൾ വായിക്കാറുണ്ട്, പക്ഷേ ഇറ്റ്സ് നോട്ട് എ വെരി കിഡ് ഫ്രണ്ട്ലി ഐറ്റം. അങ്ങനെ കിഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കോമിക് ബുക്കുകളുണ്ട്. പക്ഷേ ഇപ്പോൾ സാക്ക് സ്നൈഡർ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് ഇൻഫേമസ് അല്ലെങ്കിൽ ഇൻജസ്റ്റിസ് എന്ന് പറയുന്ന സീരീസിലാണ്. ഇൻജസ്റ്റിസ് സീരീസ് വളരെ ഡാർക്കാണ്. അതായത് ഒരുപാട് കൊലപാതകം അങ്ങനത്തെ പരിപാടികളൊക്കെ പോകുന്ന, സൂപ്പർമാൻ നെഗറ്റീവ് ആവുന്നു, സൂപ്പർമാൻ ജോക്കറിനെ തട്ടുന്നു, അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലോട്ട് ട്വിസ്റ്റൊക്കെ ഉള്ളൊരു സാധനമാണ് ഇൻജസ്റ്റിസ്. അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് സാക്ക് സ്നൈഡറിൻ്റെ ലോകം സാക്ക് സ്നൈഡർ ഉണ്ടാക്കി. ഐ ലവ് ദാറ്റ് ബിക്കോസ് കുറച്ച് മെച്യൂർ ആയിട്ടുള്ള ഓഡിയൻസിന് പറ്റിയ ഒരു സാധനമാണ്. ബിക്കോസ് സൂപ്പർമാൻ ഒരുത്തന്നെ കഴുത്ത് ഒടിച്ച് കൊല്ലുന്നുണ്ട് ആ പടത്തിൽ. ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഹ്യൂമാനിറ്റിയെ രക്ഷപ്പെടുത്താൻ ഹി ഹാസ് ടു ഡൂ ദാറ്റ്. മനസ്സിലായില്ലേ? മനുഷ്യനെ അത്രയ്ക്കും മനുഷ്യനെ കാണുന്നതുകൊണ്ടാണ് സ്വന്തം എന്ന് പറയാൻ പുള്ളിയുടെ ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അയാളെ കൊല്ലുന്നത്. മറ്റേ ജനറൽ സോഡിന് സാക്ക് സ്നൈഡറിൻ്റെ വെർഷനിൽ ഒരുപാട് പേർക്ക് അത് ഭയങ്കര നെഗ്ഗാണ്. അത് ഇവർക്ക് മറ്റേ ഇപ്പം ഈ പറഞ്ഞ മറ്റേ സ്ക്വിരലിനെ രക്ഷപ്പെടുത്തുന്ന സൂപ്പർമാൻ, മറ്റേ ഈ ബിൽഡിങ്, മറ്റേ ട്രെയിൻ ട്രാക്ക് പോകുമ്പോൾ ട്രാക്കായിട്ട് മാറുന്ന സൂപ്പർമാൻ, അതാണ് ഇവർക്കൊക്കെ വേണ്ടത്. അത് ഓക്കെ, ഞാൻ പറയാം, അത് പഴഞ്ച സൂപ്പർമാനാണ്. അത് പഴകിയ മടുത്ത സൂപ്പർമാനാണ് ആ സൂപ്പർമാൻ. ആ സൂപ്പർമാനാണ് ഇവിടെ കാണിച്ചേക്കണത്. ആൻഡ് സിനിമ ഒരു മോശ പടമല്ല, ഒരു ചുമ്മാ ഒരു കുട്ടിത്തം നിറഞ്ഞ ഒരു പടം, ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു പരിപാടി. ഇതിലെ കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ഉണ്ട്. ചൂരലി വെച്ച് അടിച്ചു കൊടുക്കണം അതിനെയൊക്കെ. ഇങ്ങനെയാണ് അഭിനയിക്കാനുള്ളത്. മറ്റേ 10 രൂപ എടുത്ത് കഴിഞ്ഞാൽ 5000 രൂപ അഭിനയിക്കും എന്ന് പറയുന്ന ഒരു സ്കീമുണ്ടല്ലോ, അത്. അയ്യോ, സൂപ്പർമാൻ്റെ ഒരു സീനിൽ ഒരു രണ്ട് മറ്റേ സെല്ലിൽ കിടക്കണ 2 പേരുടെ ഒരു പ്രകടനമുണ്ട്. എൻ്റെ പൊന്നോ, ഒരു ബ്ലാക്ക് ഹോളിൽ കിടക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ പെർഫോം ചെയ്യൂ. എന്തിനായാലും കുറേ എക്സ്ട്രാസിൻ്റെയൊക്കെ വളരെ പെർഫോമൻസ് ഈ പടത്തിൽ കാണാൻ പറ്റും. പിന്നെ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടൊരു സീൻ, ഒരു കിട്ടിലൊരു ഫ്രെയിമുണ്ട്. ആ ഫ്രെയിം സത്യം പറഞ്ഞാൽ കട്ട് ചെയ്ത് വാൾപേപ്പറാക്കാം. അത് എൻ്റെ കയ്യിൽ നിന്നൊക്കെ മറ്റേ രോമമൊക്കെ എണീച്ചുന്നുണ്ട്. എനിക്ക് ആകെ ഈ സിനിമയിൽ ഭയങ്കരമായി ഇഷ്ടപ്പെട്ട ആ ഒരു സീനാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഈ ക്രിപ്റ്റോ എന്ന് പറയുന്ന ആ പട്ടി പരിപാടി നൈസായിരുന്നു. യൂണിവേഴ്സിൻ്റെ ഇത് സ്റ്റാർട്ടിങ് ഓഫ് ദ യൂണിവേഴ്സാണ് DCU എന്ന് പറയുന്ന സാധനത്തിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് പടം എന്ന് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കൊള്ളാം, ഇതിപ്പോൾ ഫസ്റ്റ് പടമല്ലേ, ഇനിയും വില്ലന്മാരൊക്കെ വരാൻ കിടക്കണല്ലേ ഉള്ളൂ, വരട്ടെ എന്ന് നമുക്ക് വേണം. ഇനി ലെക്സ് ലൂതർ കൊള്ളാം, പക്ഷേ ഇതല്ല ലെക്സ് ലൂതർ ഇത്രയും എക്സ്പ്രസീവായ ഒരു മനുഷ്യനല്ല ലെക്സ് ലൂതർ. ലെക്സ് ലൂതർ എന്താണ് നിങ്ങൾക്ക് കാണണമെങ്കിൽ എനിക്ക് തോന്നുന്നു പെർഫെക്റ്റ് ആയിട്ട് ലെക്സ് ലൂതറിനെ ചെയ്തിട്ടുള്ളത് നമ്മുടെ ജസ്റ്റിസ് ലീഗ് അനിമേഷൻ, അതിലുണ്ട് ലെക്സ് ലൂതർ. അല്ലെങ്കിൽ പഴയ സൂപ്പർമാൻ, അതിലുണ്ട്. അനിമേഷൻ ഉണ്ടല്ലോ, അതിലൊരു ലെക്സ് ലൂതറാണ്. അതാണ് ലെക്സ് ലൂതർ. അത് ഒരു പവർ ഹംഗ്രി, ഈഗോയിസ്റ്റിക്, നാർസിസിസ്റ്റ് എല്ലാം നമുക്ക് അങ്ങേര് എക്സ്പ്രഷനൊന്നും ഇടില്ല. അപ്പം നമുക്ക് അയാളുടെ പ്രവൃത്തിയും കാര്യങ്ങളിലും അയാളെ ഇടയ്ക്കിടയ്ക്ക് ഒരു ചിരിയൊക്കെ ഉണ്ട്, ഒരു പുച്ഛൻ ചിരിയൊക്കെ ഉണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാം അവൻ എന്തിനാണ് അവൻ പറയണമെന്ന് പറഞ്ഞാൽ. ഞാൻ സൂപ്പർമാനും മറ്റെന്തിന് ഇതിൽ പറഞ്ഞ പോലെ തന്നെ സൂപ്പർമാനും മസിൽ സ്ട്രെങ്ത് ഇതൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ മൊണ്ണനാണെന്നാണ് പറയുന്നത്. അതിൽ പിടിച്ചിരിക്കാനുള്ളൊരു തന്നെ ഉള്ളൂ അവിടെ നമ്മുടെ യൂണിവേഴ്സിൽ. ബാറ്റ്മാൻ അണ്ണൻ്റെ അടുത്ത് ലെക്സ് ലൂതറിൻ്റെ പരിപാടിയൊന്നും നടക്കില്ല. പക്ഷേ ഇതിൽ കുഴപ്പമില്ല. ഇപ്പം ജെസ്സി മറ്റേ സാക്ക് സ്നൈഡറിൻ്റെ ഒരു ലെക്സ് ലൂതർ ഉണ്ടായിരുന്നല്ലോ, മുടിയൊക്കെ വളർത്തിയിട്ട് പറ്റാൻ മറ്റേ ഫേസ്ബുക്കിൽ, അവനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ബെറ്ററായിരുന്നു. പക്ഷേ ഈ അവൻ്റെ ലെക്സ് ലൂതർ നൈസായിരുന്നു കേട്ടോ. പക്ഷേ പുള്ളി ഇത്തിരി അതാണ്, ഈ ലെക്സ് ലൂതർ ഒരിക്കലും ഇങ്ങനെ ഒരു വളരെ എക്സ്പ്രസീവായിട്ടുള്ളൊരു ക്യാരക്ടറല്ല. ഈ സിനിമയിൽ വന്നിട്ടുള്ള എല്ലാ ലെക്സ് ലൂതർമാരും ഇതാണ് അവസ്ഥ. ഭയങ്കര ഒരു വിറയ്ക്കലും ഇങ്ങനെയൊക്കെ കാണിക്കണം. നിനക്ക് ഞാൻ ആരാണെന്നൊക്കെ അറിയാവോടാ എന്നൊന്നും പറയണ്ട. ലെക്സ് ലൂതർ എന്തിനാണെന്ന് നമുക്ക് അവിടെ ഉള്ളവന്മാർക്കൊക്കെ അറിയാം. അതാണ് അവൻ്റെ പവർ. അത് വേറെ. അതായത് കൊച്ചിലെ തൊട്ടേ അവനുമായിട്ടുള്ള കമ്പാരിസനും ബഹളവും അവൻ്റെ അടുത്തുള്ള അമിതമായ ഒബ്സെഷൻ ഓവർ എന്താ പറയുക റൈവൽറി, അതൊക്കെയാണ്. അത് ഭയങ്കര രസമാണ്. അത് നിങ്ങൾ മറ്റേ സ്മോൾ വില്ലൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അത് പക്ഷേ കോമിക് ബുക്കുകളിൽ ഒരുപാടുണ്ട് ലെക്സ് ലൂതറിനെയൊക്കെ പറ്റി സംസാരിക്കുന്നത്. ലെക്സ് ലൂതറിൻ്റെ ഒരു ഇൻഡെപ്റ്റ് ആയിട്ടുള്ള, ലെക്സ് ലൂതർ നല്ലവനാവുന്ന ഒരു വെർഷനുണ്ട്, ലെക്സ് ലൂതർ സൂപ്പർ ഹീറോ ആവുന്ന ഒരു വെർഷനുണ്ട്. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് വെർഷൻസ്, ഒരുപാട് ടൈപ്പ് ഓഫ് യൂണിവേഴ്സ്. അതിനൊന്നും പറ്റി പറയുന്നില്ല. പക്ഷേ ഈ ഒരു സാധനം ചുമ്മാ ടിക്കറ്റ് എടുത്തിട്ട് ഒരു പോപ്കോണും മേടിച്ചിട്ട് സൂപ്പർമാൻ പടം കാണാൻ പോകുന്ന കൊച്ചു കുട്ടികൾ, ഞാൻ പറയില്ല ഹിസ്റ്ററിൽ ഒരു
ടീനേജ് ഇപ്പോഴായിട്ടൊക്കെ കുട്ടികൾ അവർക്കൊക്കെ കാണിച്ചു കൊടുക്കാം. ബിക്കോസ് ഇതിലൊരു കിസ്സിങ് സീനിന് ഈ ഇന്ത്യയിൽ കട്ട് ചെയ്ത് ആ കട്ട് ചെയ്തതിന് ശേഷം ഒരു കിസ്സിങ് സീനുണ്ട്, അത് ഓക്കെ അടിച്ച്. പക്ഷെ ആ ഒരു കിസ്സിങ് സീന് അവർ കട്ട് ചെയ്തതിൻ്റെ ഒരു അർത്ഥം ചിലപ്പോൾ ഇതായിരിക്കും, കുട്ടികൾക്ക് കാണാൻ വേണ്ടി എടുത്ത ഒരു പടം. ഇതിൽ ബ്ലഡ് ഷെഡുകൾ കുറവാണ്, കൊല്ലുന്നത് കുറവാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മതി, പടം ഒരു ഡിസ്നി പരിപാടിയാണ്. ഒരിക്കലും നമ്മൾ അതാണ് പറയുന്നത്. എനിക്ക് സാക്ക് സ്നൈഡറിൻ്റെ ആ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനം, വളരെ മെച്യൂർ ആയിട്ടുള്ള. അതായത് ഞാനൊക്കെ വായിക്കുന്ന നമ്മുടെ സ്കോട്ട് സ്നൈഡറിൻ്റെയും ഗ്രാൻഡ് മോറിസൻ്റെയൊക്കെ ഈ പറയുന്ന ബുക്കുകളിൽ കാണുന്ന സൂപ്പർ ഹീറോനെയാണ് ഞാൻ സാക്ക് സ്നൈഡറിൻ്റെ വെർഷനിൽ കണ്ടത്. അതാണ് ഭയങ്കര ഒരു നമുക്ക് വായിക്കുമ്പോൾ തന്നെ ചില സാധനങ്ങളൊക്കെ ഉണ്ടടേ. അതങ്ങനെ എന്തിനാണെങ്കിലും ഒരു വൺ ടൈം വാച്ചബിൾ ഒരു എബവ് ആവറേജ് പടം എന്നല്ലാതെ എനിക്ക് സൂപ്പർമാനെ പറ്റി വേറെ ഒന്നും പറയാനില്ല. വിഷ്വലി വളരെ ബ്യൂട്ടിഫുള്ളാണ്, നന്നായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഫൈറ്റ് സീക്വൻസസിനൊന്നും ഒരു ഇമ്പാക്റ്റ് ഇല്ലാതായി പോയി എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അത് എസ്പെഷ്യലി ഇവൻ ഈ കിടന്ന് സൂപ്പർമാൻ ഇടി വാങ്ങിക്കണം കാണുമ്പോൾ തന്നെ ഞാൻ മടുത്ത്. സത്യം പറഞ്ഞാൽ എനിക്ക് ലൂഫിയാണ് ഓർമ്മ വന്നത്. വൺ പീസിലെ ലൂഫി ഇതുപോലെയാണ്, ഊക്കിയെടുത്തിട്ട് ഇടിയും, ഇടി നല്ല നാന്ന് കൊള്ളുവാവൻ. അത് കഴിഞ്ഞിട്ട് അണ്ണൻ്റെ ഒരു പ്രകടനമുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള ആ പ്രകടനം അതേപോലെ തന്നെയാണ്. വൺ പീസിൽ പോലെ തന്നെ അത് കുറച്ചേ കാണത്തുള്ളൂ, ഏറ്റവും കൂടുതൽ അടി മേടിക്കണമായിരിക്കും. ഇവിടെ അത് തന്നെയാണ്, സൂപ്പർമാൻ നന്നായിട്ട് കൊള്ളും, കൊടുക്കണം വെച്ച് കുറച്ചായിരിക്കും. അതാണ് എനിക്ക് ഒത്തിരി തോന്നിയത്. വളരെ വീക്കായിട്ടുള്ള, ഇത്രയും വീക്കല്ല സൂപ്പർമാൻ എല്ലാ ദിവസവും കഴിഞ്ഞതിന് ശേഷം പോയി റീചാർജൊക്കെ ചെയ്യണത്. അതൊക്കെ എനിക്ക് എന്തൊരാണെന്നൊന്നും മനസ്സിലായില്ല. പുള്ളിയൊക്കെ ചെയ്യാറൊക്കെ ഉണ്ട്, അത് ഇതുപോലെ വന്ന് കിടന്ന് അങ്ങനെയും ചെയ്യാറുണ്ട്. അല്ലാതെ ഒന്നും മോളിൽ പോയിട്ടൊന്ന് ഇങ്ങനെയൊക്കെ അടിച്ചിട്ടൊക്കെ പറഞ്ഞുണ്ട് ഇവരാണെങ്കിലും. പക്ഷേ ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്, യെല്ലോ സണ്ണിനെ പറ്റിയും റെഡ് സണ്ണിനെ പറ്റിയൊക്കെ നല്ല രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ എക്സ്പോസിഷനൊക്കെ രീതിയിൽ നോക്കുമ്പോൾ കുറേയൊക്കെ നല്ല രീതിയിൽ ഇൻഡെപ്റ്റായിട്ട് സിനിമയിൽ പറയുന്നുണ്ട്, കുറച്ചും കൂടെ ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അത് രസമാണ്. ഒരുപാട് സാധനങ്ങളുണ്ട്, കുറേ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ നൈസായിട്ടുണ്ട്. അപ്പോൾ എന്തിനാണെങ്കിലും ഒരു വൺ ടൈം വാച്ച് പടം, അല്ലാതെ വേറെ ഒന്നും വെടിയും പോകുകയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇതിൻ്റെ ഇനിയിപ്പോൾ അടുത്ത ഒരുപാട് വരുന്ന സൂപ്പർ ഗേൾ വരുന്നുണ്ട്. സൂപ്പർ ഗേളോ സൂപ്പർ വുമണോ എന്തോ ഒരു സാധനം പറഞ്ഞുണ്ട്. അവൾ മറ്റേ ഗലാക്റ്റിക് പരിപാടിയാണ്. അത് ആ കോമിക് ബുക്ക് ബേസിട്ടാണെങ്കിൽ ഭയങ്കര രസമാണ്. അത് പുള്ളിക്കാരി എർത്ത് മാത്രമല്ല വേറെ സ്ഥലത്തൊക്കെ പോയിട്ട് ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നേക്കണം, അടിപൊളിയത്. ആ കോമിക് ബുക്ക് പോലെ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗുഡ്. സോ ബാറ്റ്മാനെ കാണിക്കായിരുന്നു, എനിക്ക് അതാണ് പറയാനുള്ളത്. എല്ലാവരെയും കാണിച്ച് ഇനി അങ്ങേരെയും കൂടെ കാണിച്ച് അയാൾ എവിടെയെങ്കിലും നിന്നിട്ട് ഇന്ന് വല്ലതും പറഞ്ഞാലും മതിയായിരുന്നു. ഇനി ബാറ്റ്മാൻ ഇനി ഏത് ലെവലിൽ അടി കൊള്ളൂ എന്നാണ് ഞാൻ ആലോചിക്കണം. സൂപ്പർമാൻ്റെ ഗതി ഇതാണെങ്കിൽ അങ്ങേരെയൊക്കെ ഇങ്ങനെ അടി കൊടുക്കല്ലോ, ഏട്ടാ മരിച്ചു മനുഷ്യനാണ്. ഈ ജെയിംസ് ഗണ്ണിനടുത്താണ് ഈ പറയാനുള്ളത്. എന്തിനാണെങ്കിലും അത് വരുന്നുള്ളത് ഗ്രാൻഡ് മോറിസൻ്റെ ബുക്ക് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ബാറ്റ്മാൻ എന്തിനായിരുന്നു റോബിനൊക്കെ ഉള്ള, അതൊരു ഫാമിലിയാണ്, ഭയങ്കര രസമാണ് അത്. ആ ബുക്ക് ബേസ്ഡ് ആണെങ്കിൽ റോബിന്, നൈറ്റ് വിങ്, റെഡ് ഹുഡ് എല്ലാവരും ഉണ്ട്. ബാറ്റ് ഫാമിലിയാണത്, അല്ലാതെ വെറുതെ ബാറ്റ്മാൻ മറ്റേ ഒറ്റയ്ക്ക് ഡിപ്രഷൻ അടിച്ച് കിടക്കണ ബാറ്റ്മാൻ അല്ല, ഒരു കൂട്ടായ്മയുള്ള ഭയങ്കര രസമാണ്. നിങ്ങൾ അതേപോലെ എനിക്ക് റെക്കമെൻഡേഷൻ ഉണ്ട്, അത് കണ്ടിട്ടില്ലെങ്കിൽ ബാറ്റ്മാൻ വേഴ്സസ് യാക്കൂസ ലീഗ് എന്ന് പറഞ്ഞിട്ടൊരു അനിമേഷൻ വന്നിട്ടുണ്ട്. അതിലുണ്ട് സൂപ്പർമാൻ, അതാണ് സൂപ്പർമാൻ. എൻ്റെ അമ്മോ, അതാണ് സൂപ്പർമാൻ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഒരു 1.5 മണിക്കൂർ എന്തേ ഉള്ളൂ ആ അനിമേഷൻ സീരീസ്, എവിടെയെങ്കിലും കിട്ടും, കിഡിലാണ്. എനിക്ക് ഈ വാർണർ ബ്രദേഴ്സ് അനിമേഷൻ എടുക്കുമ്പം അവർ എന്തോ കോമിക് ബുക്കൊക്കെ കറക്റ്റായിട്ടൊക്കെ കാണിക്കും. എന്നിട്ട് ഈ സിനിമയിലോട്ട് വരുമ്പം ഈ കൊണയാണ്. എനിക്കത് മനസ്സിലായിട്ടേ ഇല്ല അതെന്താണ് അവസ്ഥയെന്ന്. അമ്മക്ക് അനിമേഷൻ എടുക്കാൻ അറിയാം, അമ്മക്ക് ലൈവ് ആക്ഷൻ വരുമ്പോൾ കൈയും കാലും പറയും. എന്തിനാണെങ്കിൽ കുറേ സമയമായല്ലേ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. ഇതാണ് എനിക്ക് സൂപ്പർമാനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ ഡെഫിനറ്റ്ലി പറയുക. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഡെഫിനറ്റ്ലി ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഒരു ഓഡിയൻസ് ഉണ്ടാവും. ഐ റെസ്പെക്റ്റ് യുവർ ഒപ്പീനിയൻ. അതുപോലെ തന്നെയാണ് ഞാനും ഒരുപാട് നിങ്ങളെയൊക്കെ കാട്ടിലും എന്നോട്ട് കോമിക് ബുക്കുകളും ഇതൊക്കെ ഫോളോ ചെയ്ത് ഭ്രാന്തനെ പോലെ ഇപ്പോഴും ഭ്രാന്തെടുത്ത് നടക്കുന്ന ഒരുത്തനാണ്. അവൻ പറയുന്നതും കുറച്ച് വില തരിക, എന്നിട്ട് വന്ന് തള്ളക്കി വിളിക്കുക. ഒരു അറിഞ്ഞുകൂടാത്തൊരു പൊട്ട വന്നിരുന്നിട്ട് സൂപ്പർമാൻ ആരാണ്, മറ്റേ അയൺമാനും സൂപ്പർമാനും ഒരേ യൂണിവേഴ്സിലാണെന്ന് പറയുന്ന പോലത്തെ ഒരു മണ്ടനല്ല ഞാൻ. അതൊന്ന് മനസ്സിലാക്കിയിട്ട് വന്ന് സംസാരിക്കുക.
എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു ഗൈസ്. ടേക്ക് കെയർ, ലവ് യു ഓൾ, ടേക്ക് കെയർ ആൻഡ് ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ.